നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ്. അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, ഒരു ഗോൾ ഉണ്ട് നിങ്ങൾക്ക്, അപ്പം നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യത്തിൽ ഇനി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് ഒരു ലിസ്റ്റ് എടുത്ത് ഡെയിലി ആ കാര്യങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിനാണ് ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, ഓൾറെഡി ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീലിംഗ് ഉണ്ടാവുക? നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് എൻജോയ് ചെയ്യുക ആ ഒരു മൊമെൻറ്റ്. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഹാർഡ് വർക്കിങ്ങിലേക്ക് തിരിച്ചു വരിക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇത് റിയാലിറ്റിയിലേക്ക് വരാൻ നിങ്ങളെ കൂടുതൽ പ്രയത്നിക്കുന്നു. ഇനി ഇത് റിയാലിറ്റിയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുകയും ചെയ്യുന്നു. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ ആണ്. അതായത് തോന്നിയ പോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാതിരിക്കുക, ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക. ഒരുപാട് ഗോൾസ് ഉണ്ട്, എല്ലാത്തിനും നിരത്തി അങ്ങ് ചെയ്യരുത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മര്യാദയ്ക്ക് നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യം കൺസിസ്റ്റൻസി. നിരന്തരം പ്രയത്നിക്കുക. ഒരു ദിവസം ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങ് വിടരുത്. ഒരു ദിവസം ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം 24 മണിക്കൂർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. സമയത്തിന് വാല്യൂ കൊടുക്കുക. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമയം ഉണ്ടാക്കി ചെയ്യാൻ നോക്കുക. അഞ്ചാമത്തെ കാര്യം, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഇനി ഇത് സക്സസ് ആയില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങാനും നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിനോട് ഇങ്ങനെ പറയുക, ഇല്ല, സക്സസ് ആക്കി എടുത്തിട്ടേ ഇനിയൊരു തിരിച്ചു വരവുള്ളൂ. ഇനി ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുക. ഇത് സക്സസ് ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. നല്ല പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു ഗോളല്ല, ഒന്നിൽ പരം ഗോളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ സമയം കണ്ടെത്തുക. ഓരോ ഗോളിനും ഓരോ സമയം വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ താല്പര്യപ്രകാരം അതേപോലെ തന്നെ നിങ്ങളുടെ സൗകര്യപ്രകാരം ഇത് സമയത്തിന് തിരിച്ച് നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നെവർ ഗീവ് അപ്പ്. ഒരു ഫെയിലിയറിൻ്റെ സെൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഫ്ലോപ്പ് ആവുമെന്നും പറഞ്ഞ് ആ കാര്യം അവിടെ ഇട്ടിട്ട് വരരുത്. കംപ്ലീറ്റ് ആക്കുക. ഒരു ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾ വെറും ഒരു ഗോളായി കാണരുത്. അത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനും ലൈഫിൽ ഓരോ കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. അപ്പോൾ അതിനങ്ങനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അങ്ങനെയൊക്കെ കാണണം എന്നുള്ളതല്ല, അതങ്ങനെയാണ് അതിൻ്റെ റിയാലിറ്റി. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ ടിപ്സൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക യെസ് എന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. ഉറപ്പാണ് ഒരു ദിവസം അടിപൊളിയായിട്ട് സക്സസ് ആവുമായിരിക്കും. ബൈ.